ഉളിക്കലിൽ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഹാളിൽ സർവകക്ഷി യോഗം ചേർന്നു. ഉളിക്കൽ ബസ് സ്റ്റാൻഡ് നവീകരിച്ച് ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നും ഉളിക്കൽ നുച്ചാട് റോഡിൽ അപകടകരമായി നിൽക്കുന്ന മരം മുറിച്ചു നീക്കിക്കൊണ്ടും അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കാനും ആവശ്യമുയർന്നു. നമ്മുടെ ടൗണിന് വികസനം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എല്ലാം സംസാരിച്ചിട്ടുള്ളത്. എല്ലാം നമ്മൾ നടപ്പിലാക്കേണ്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ആവശ്യമായിട്ട് നമ്മുടെ കൈവരിക്ക് പിടിച്ച് നമ്മൾ സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന കച്ചവടക്കാർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ശശിയേട്ടും മറ്റേ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കടയിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വഴി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓട്ടോറിക്ഷ കൂടുതൽ പാർക്ക് ചെയ്യുമ്പോൾ അതൊന്ന് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. പല കച്ചവടക്കാരും ഞങ്ങൾ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ അത്യാവശ്യം കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ചില ഓട്ടോറിക്ഷക്കാരല്ലാണ്ട് ഭാഗമാക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ മൈൻഡായിരിക്കാം. ദൈവാനുഗ്രഹം കൊണ്ടാണ് അതിനകത്ത് ആരും മരണപ്പെടാതിരിക്കുന്നത്. കൊച്ചു കുട്ടികൾ നടന്നു പോയി ഉടനെ അത് വീഴുന്ന സാഹചര്യങ്ങളുണ്ടായി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ നെച്ചാട് റോഡിലെ ആ മരത്തിനോട് ചേർന്നുള്ള ബിൽഡിങ് ഇപ്പോൾ തകർന്ന് വീഴുന്ന കടത്തിലാണ്. ഒരു മീറ്റിംഗ് വിളിക്കാൻ കാത്തിരിക്കാതെ തന്നെ അടിയന്തരമായി അതിന്റെ ആളുകളെ ബന്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രസിഡന്റ് അവിടെ ആകാശം സംഭവിക്കും. ആ മരം മുറിച്ച് മാറ്റുകയും ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ആ ബിൽഡിംഗ് അടിയന്തരമായിട്ട് പൊളിക്കുകയും ചെയ്യും. ഉളിക്കൽ ടൗൺ റോഡിൽ MPC ഹോസ്പിറ്റലിന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തിയിടുന്ന സമയം ചുരുക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. റോഡിന് വീതി കൂട്ടിക്കൊണ്ട് ഗതാഗതം സുഗമമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. റോഡ് വീതി കൂട്ടി 12 മീറ്റർ ആക്കി മാറ്റാനായിട്ട് MLA-യും മന്ത്രിയൊക്കെ കാണാനായിട്ട് തീരുമാനം. അതിനായിട്ട് ഒരു സർവകക്ഷി മീറ്റിംഗ് അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അതുതന്നെ MPC ഹോസ്പിറ്റലിന് അടുത്തുള്ള സ്റ്റോപ്പ് ഒരു 100 മീറ്റർ മുന്നോട്ട് മാറ്റി മെല്ലെ ഒരു സ്റ്റോപ്പ് ആൾക്കാരെ കേൾക്കുന്നു പോകുന്നു. ആ രീതിയിലേക്കുള്ള ഒരു തീരുമാനം. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി സണ്ണി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി തോലാനി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ R സുജി, VK ദാസൻ, ഉളിക്കൽ സ്റ്റേഷൻ CI ഡോളി, ചാക്കോ പാലക്കലോടി, സെമീന, PK ശശി, അഹമ്മദ് കുട്ടി ഹാജി, മനോജ് മാസ്റ്റർ, ഡോജു മോൻ, നാരായണൻ KD, ഷാജി, റസാഖ്, വിൻസെന്റ്, പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അഷ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉളിക്കൽ ജംഗ്ഷൻ ടൗൺ സെന്ററിലേക്ക് പോലീസിന്റെ സഹായം നമുക്ക് അവിടെ വേണം. പിന്നെ ഉള്ളത് നമ്മളെ ഇവിടെ ചേർന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും കൂടെ MLA MP-യും കണ്ട് നമ്മൾ ഉളിക്കൽ റോഡ് 12 മീറ്റർ ആക്കണം എന്നുള്ള ആളുകാരൊക്കെ പറഞ്ഞാൽ അതിൽ കൂടുതൽ വീതി കിട്ടുമെങ്കിൽ അതിനുള്ള നിവേദനം നമുക്ക് കൊടുക്കണം. അടുത്ത ബഡ്ജറ്റിൽ അത് പാസ്സാക്കി എടുക്കാനുള്ള നമുക്കിപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം പോകേണ്ട മന്ത്രി കൂടെയുണ്ട്, MLA നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം പറ്റുന്ന ഒരു ദിവസം പോകണം. അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ കാര്യം പറഞ്ഞു. ബസ് സ്റ്റാൻഡിലെ എല്ലാ റൂമുകളും ഇപ്പോൾ വാടകയ്ക്ക് പോയി. അതിന്റെ റൂമിൽ മുകളിലെ ഷീറ്റുള്ള ഒരു 15 ദിവസം കൊണ്ട് തീരും. അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന്റെ മുമ്പോട്ട് നമ്മൾ ബസ് പാർക്ക് ചെയ്യാനുള്ള 10 മീറ്റർ നീളത്തിൽ നമ്മൾ ഷീറ്റ് ഇട്ടുകൊണ്ടാണ് എടുക്കുന്നത്. അതോടുകൂടി നമുക്ക് ബസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അതാണ് 1-2 മാസം കൊണ്ട് അതിന് പണി പൂർത്തീകരിച്ച് നമുക്ക് നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ വന്ന മറ്റൊരു നിർദ്ദേശം പയ്യാവൂർ ഭാഗത്ത് നിന്ന് വരുന്ന ബസ് പയ്യാവിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വഴി വന്ന് അല്ലെങ്കിൽ 1 വേ കൂടി പോകുന്ന ഒരു സൗകര്യം. ഈ 2 കാര്യത്തിന് പോലീസിന്റെ സഹായം വേണം. ഇനി പോലീസ് സ്ട്രെങ്ത് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്. ഇത് നാട്ടുകാരുടെ ആവശ്യമാണ്. നമുക്കറിയാം MPC ഹോസ്പിറ്റലിന്റെ അടുത്ത് ഇവിടെ പറഞ്ഞു ഒരു ആംബുലൻസ് വന്നാൽ പോലും അതിലെ കടന്നു പോകാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. അവിടെ ആ ഒരു തടസ്സം കൊണ്ട് ഉളിക്കലിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉളിക്കലിൽ നമ്മുടെ സമൂഹത്തിന് ഒരു നാണക്കേടാകും എന്നാണ് ആ കാര്യത്തിൽ പറയാൻ.